തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ ഭുവി ഗൃണന്തി തേ ഭുരിത ജനാഃ. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. കഴിഞ്ഞ തവണ നമ്മൾ റസിക്കിൻ്റെ അനുഭവമാണ് പറഞ്ഞത്. അതിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയാം എന്ന് വിചാരിക്കുന്നത്. അനുബന്ധിച്ച് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ റസിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഭാഗമുണ്ട് അധികം നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം. അതായത് റസിക്കിൻ്റെ ഭാര്യ റസിക്കിൻ്റെ ആ അവസാന സന്ദർഭത്തിൽ, മരണാസന്നനായ ആ സന്ദർഭത്തിൽ റസിക്കിൻ്റെ ഭാര്യ ഗംഗാതീരത്തല്ല, ഈ ദക്ഷിണേശ്വര ക്ഷേത്രത്തിനോട് ചേർന്ന് ഗംഗാതീരത്ത് അവിടെ നിന്ന്, കാര്യം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അവർക്ക്, അതുകൊണ്ട് അവർ ഗംഗാതീരത്ത് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം പറയുന്നുണ്ട് അതിനകത്ത്. അത് രാംലാൽ കാണുകയും രാംലാൽ അന്വേഷിച്ച് അപ്പോഴാണ് അറിയുന്നത് റസിക്കിന് തീരെ ആസന്ന നിലയിലാണ് എന്നറിഞ്ഞപ്പോൾ ഗംഗാജലവും പ്രസാദവും, ഗംഗാജലം തീർത്ഥമായിട്ട് പിന്നെ പ്രസാദവും രണ്ടും റസിക്കിൻ്റെ ഭാര്യയുടെ കൈവശം കൊടുത്തു വിടുന്നുണ്ട്. ഇതെന്താ അങ്ങനെ കൊടുത്തുവിടാൻ രാംലാൽ തയ്യാറാകുന്നതിനൊരു കാരണം, സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അവർക്കങ്ങനെ നേരിട്ട് കൊടുക്കാൻ പാടില്ല. എങ്കിലും രാംലാൽ അത് ചെയ്യാനുള്ള ഒരു കാരണം, ഭഗവാൻ കൽക്കട്ടയ്ക്ക് പോകുന്ന സമയത്ത് ഉള്ള ഒരു നിർദ്ദേശമാണ് അതിനൊരു അടിസ്ഥാനം. ഭഗവാൻ കൽക്കട്ടയിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ രാംലാലിനെ സംബന്ധിച്ച് അത് വലിയൊരു മനക്ലേശത്തിന്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് രാംലാൽ മാറി ആ ഒരു സന്ദർഭത്തിൽ. കാര്യം കൽക്കട്ടയിലേക്ക് ഭഗവാൻ പോകുമ്പോൾ, അപ്പോൾ ഭഗവാൻ തന്നെ രാംലാലിനോട് അപ്പോൾ പറഞ്ഞത്, ഞാനിവിടെ പഞ്ചവടിയിലോ മറ്റോ പോയിരിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി എന്നാണ്. ഞാനിങ്ങനെ ചികിത്സയ്ക്കായി കൽക്കട്ടയിലേക്ക് മാറിപ്പോയി എന്ന് നീ വിചാരിക്കണ്ട. നിനക്ക് വിചാരിക്കാവുന്നത് ഞാനിവിടെ പഞ്ചവടിയിലും ഒക്കെ ഉണ്ട് എന്ന് ധരിച്ചാൽ നിൻ്റെ ഈ വിഷമം മാറും. അതുകൊണ്ട് ഞാൻ കൽക്കട്ടയിലേക്ക് പോകുന്നതുകൊണ്ട് നീ വിഷമിക്കരുത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ പറഞ്ഞൊരു കാര്യം, ദക്ഷിണേശ്വരത്തേക്ക് വരുന്ന ഭക്തന്മാർ അവരാരായാലും ശരി, അവർക്ക് പ്രസാദവും ഗംഗാജലവും നീ നൽകാൻ മറക്കരുത് എന്ന് ഭഗവാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പ്രസാദവും ഗംഗാജലവും. അപ്പോൾ ഈ ഒരു ഭഗവാന്റെ അറിയിപ്പാണ് തുടർന്നും രാംലാൽ മനസ്സിൽ കരുതിയിരുന്നത്. അപ്പോൾ റസിക്കിൻ്റെ അന്ത്യകാലം എത്തിയപ്പോഴേക്കും ഭഗവാന്റെ ദേഹത്യാഗമൊക്കെ കഴിഞ്ഞ് സമയമാണല്ലോ. എന്നാലും ഭഗവാൻ അന്ന് കൽക്കട്ടയിലേക്ക് പോയ ഭഗവാൻ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയതാണ്. പിന്നീട്
സശരീരമായിട്ട് ഭഗവാൻ ദക്ഷിണേശ്വരത്തേക്ക് വരുന്നില്ല. എങ്കിലും അപ്പോൾ പറഞ്ഞേൽപ്പിച്ച എല്ലാ കാര്യങ്ങളും രാമലാൽ കൃത്യമായി പിന്നീട് പാലിച്ചു പോകുന്നു. അക്കൂട്ടത്തിലുള്ളതാണ് വരുന്ന എല്ലാ ഭക്തന്മാർക്കും ഗംഗാജലവും തീർത്ഥമായിട്ട് ഗംഗാജലവും പ്രസാദവും നൽകുക എന്നുള്ളത്. അപ്പോൾ രസികൻ്റെ ഭാര്യ വന്ന് പറഞ്ഞപ്പോൾ രാംലാലിന് മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അത് നൽകുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു കാരണമായിട്ട് ഭഗവാൻ രാംലാലിനെ ബോധ്യപ്പെടുത്തിയിട്ട് പോയത് ഇതിനോടനുബന്ധിച്ചൊരു കാര്യം കൂടിയാണ്. അതായത് ഇങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ മറ്റൊന്നും വേറെ വേണ്ട. അതായത് ഈ ജപം മറ്റ് സാധനകൾ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം നീ ചെയ്താൽ മതി. മറ്റ് ജപസാധനകളൊന്നും തന്നെ നീ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ തീർത്ഥവും പ്രസാദവും നൽകുന്നതിൽ രാമലാൽ വളരെ ശ്രദ്ധയോടുകൂടി അത് ചെയ്തത്. അപ്പോൾ ഇത് പറയുമ്പോഴത്തെ അവസ്ഥ ആയിരുന്നില്ല പിന്നീട് ഭഗവാനെക്കുറിച്ച് അറിഞ്ഞവർ ദിനം പ്രതി കൂടിക്കൂടി വരികയായിരുന്നു. ഭഗവാൻ ഇത് പറഞ്ഞിട്ട് ശ്യാംപുക്കൂറിലേക്കും പിന്നീട് കാശിപ്പൂരിലേക്കും ഒക്കെ പോയ സന്ദർഭത്തിൽ ഈ സന്ദർഭത്തിലാണ് ഭഗവാനെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിൻ്റെ ഇടയിലുള്ള ആ അറിവ് കൂടിക്കൂടി വന്നത് ഈ അവസാന സന്ദർഭത്തിലാണ്. അപ്പോൾ അതായത് കൽക്കത്ത കാലം വെറും 325 ദിവസമാണത്. ഈ 325 ദിവസത്തിനിടയിൽ സംഭവിച്ചത് അതിനു മുമ്പുണ്ടായിരുന്ന ഭഗവാന്റെ ആ പൂർണ്ണമായ ആ കാലം, അവതാരകാലത്ത് ആ സന്ദർഭത്തിൽ ഉണ്ടായതിനേക്കാളും വളരെ പെട്ടെന്നാണ്. ഈ 325 ദിവസം കൊണ്ടാണ് ഈ മാറ്റമുണ്ടായത്. അതായത് സമൂഹത്തിനിടയിൽ കൽക്കട്ട നഗരത്തിലും ആ നഗരവാസികൾക്കിടയിലും ഏറ്റവും കൂടുതൽ ഭഗവാനെക്കുറിച്ചുള്ള ആ അറിവ്, ഭഗവാന്റെ ആ ദിവ്യത്വത്തെക്കുറിച്ചുള്ള ബോധം ഈ സമൂഹത്തിന് പെട്ടെന്നാണ് പടർന്നു പിടിച്ചത്. അത് ഏറ്റവും കൂടുതൽ അറിവിലേക്കെത്തി. അപ്പോൾ ഇത് അറിഞ്ഞവർ ദക്ഷിണേശ്വരത്തേക്കും വരാൻ തുടങ്ങി. അങ്ങനെ ദക്ഷിണേശ്വരത്തേക്ക് വന്നിട്ട് അവിടെ ഭഗവാൻ നടന്ന ആ മണ്ണിൽ കൂടെ അവർ കിടന്നുരുളാൻ തുടങ്ങി. നേരിട്ട് ഭഗവാനെ കണ്ടിട്ടുള്ളവരല്ല അവരാരും. അവർ ആ മണ്ണിൽ കിടന്നുരുളുകയും നമസ്കരിക്കുകയും ചെയ്യുകയാണ്. ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള, ഇവിടെയാണ് താമസിച്ചത് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ. അതിന്നും നമ്മളെല്ലാം അവിടെ പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ആ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഭഗവാൻ കാശിപ്പൂരിലും ശ്യാംപുക്കൂറിലും പിന്നീട് കാശിപ്പൂരിലും ആയിട്ടുള്ള സന്ദർഭത്തിൽ പോലും ഈ ആളുകളുടെ വരവ് വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങി. അതാണ് രാംലാലിന് നേരിടേണ്ടി വന്ന, അതാണ് ഭഗവാൻ പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് പോകുമ്പോൾ രാംലാൽ ഇത്രയും ഉദ്ദേശിച്ചില്ല. അതാണ് ഭഗവാൻ പ്രത്യേകം പറഞ്ഞത്, വരുന്ന എല്ലാ ഭക്തന്മാർക്കും ഗംഗാജലം തീർത്ഥമായിട്ടും പ്രസാദവും നൽകണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സാങ്കത്യം അതായിരുന്നു. അത് രാംലാലിനെ സംബന്ധിച്ച് അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്കാണ്. പിന്നീട് അത് തുടർച്ചയായി ഈ ഒരു സന്ദർഭം തുടർച്ചയായി ദക്ഷിണേശ്വരത്ത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞ പോലെയാണ് അത് പ്രവർത്തിക്കുകയും ചെയ്തു. രാംലാൽ അതിനകത്ത് ഒരു അണുകിട വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിൽ ഈ നമ്മൾ ആ രസികൻ്റെ കഥ കഴിഞ്ഞ സന്ദർഭത്തിൽ പൂർണ്ണമായും പറഞ്ഞതുകൊണ്ട് ഈ ഒരു സന്ദർഭം കൂടുതൽ നമുക്ക് മനസ്സിലാവും. അതായത് സദാ ഭഗവത് സ്മരണയിൽ കഴിയുക എന്നതാണ് ഈ രസിക്കിലൂടെ ഭഗവാൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സദാ ഭഗവത് സ്മരണയിൽ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ നാമസ്മരണ ഉണ്ടായിരിക്കുക, അതായിരുന്നു ആ രസിക്കിനെ പോലുള്ളവർക്ക് വളരെ ജീവിതത്തിൻ്റെ ഏറ്റവും താഴെ നിലയിൽ ജീവിച്ചിരുന്ന അവർക്ക് പോലും ആ നാമസ്മരണ കൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിലുണ്ടായ ആ ഈശ്വര ലാഭം അല്ലെങ്കിൽ സാക്ഷാത്കാരം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ 3 തരത്തിലുള്ള ആളുകളെയാണ് ഭഗവാൻ ഈ തരത്തിൽ നേരിട്ട് വന്ന്
അവരുടെ അന്ത്യകാലത്ത് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷനായത് 3 പേർക്ക് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ മുൻപും ഈ ഭാഗം പറഞ്ഞതാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ അതിൻ്റെ സാങ്കത്യം എന്ന് വെച്ചാൽ നാമസ്മരണ സദാ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നാമസ്മരണ സദാ ഉണ്ടായിരിക്കേണ്ടതിനെക്കുറിച്ച് ഭഗവാൻ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ ജീവിത സന്ദർഭങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കതാണ് മനസ്സിലാകുന്നത്. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, ഈ അടുത്ത സമയത്ത് ഞാനത് മുമ്പ് പറഞ്ഞോ എന്നറിയില്ല, ഈ ഒരു സന്ദർഭം മുമ്പ് പറഞ്ഞു എന്നാണ് തോന്നുന്നത്, അതോ ഇവിടെ വേറെ ഏതായാലും ഞാനത് പറയാം. അതായത് അതിൻ്റെ ഒരു പ്രധാന സംഭവം, നമ്മുടെ ഈ കാലഘട്ടത്തിലായാലും ഏതൊരു സന്ദർഭത്തിലായാലും ഒരു 60 വയസ്സ് കഴിഞ്ഞ്, അതായത് 70 to 90 ഉള്ള ഒരു ജീവിത കാലയളവ് എന്ന് കണക്കാക്കുക. 70 to 90. ഈ 70 to 90-ൽ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ അടുത്ത സന്ദർഭത്തിൽ അത്തരം ആളുകളുമായി ഒന്ന് ബന്ധപ്പെടാനും അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൽ ബന്ധപ്പെടാനുണ്ടായ സാഹചര്യത്തിൽ നിന്ന് പറയുകയാണ്. കാര്യം അവർ ഒരു മെൻ്റൽ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള ഒരു സമൂഹമായിട്ട് ഉള്ള അങ്ങനെ കുറേ ആളുകളാണ് ബന്ധപ്പെട്ടത്. അപ്പോൾ ഡോക്ടർമാരും ഇതിൽ പങ്കെടുത്തിരുന്നു. ഡോക്ടർമാരെയും കൂടെ ചേരുന്ന ഒരു സത്സംഗമാണ്. അപ്പോൾ അതിനകത്ത് ഡോക്ടർമാർ പറഞ്ഞ ഒരു കാര്യം, ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ 70 to 90 എന്നുള്ള പ്രായത്തിനിടയിൽ വരുന്നവർ നല്ലൊരു ശതമാനം ആങ്സൈറ്റി ഡിസോർഡർ എന്നുള്ളൊരു ഘടനയിലേക്ക് അല്ലെങ്കിൽ എന്നൊരവസ്ഥയിലേക്ക് അറിയാതെ മാറിപ്പോകുന്നു. ആങ്സൈറ്റി ഡിസോർഡർ, എല്ലാത്തിനെക്കുറിച്ചൊരു വ്യാകുലത, അറിയാതെ ഒരു വ്യാകുലത ഉണ്ടാകുക. ഒരു ആവശ്യമില്ലെങ്കിലും ആ വ്യാകുലത നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഈ വ്യാകുലത കാരണം നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നു. ഈ മാനസികാവസ്ഥയാണ് പിന്നീട് അൽഷിമേഴ്സ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെയായിരുന്നു അന്ന് ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു അഭിപ്രായവുമൊക്കെ. അങ്ങനെ അവരുടെയൊക്കെ ആ കൂട്ടത്തിൽ അവർ അങ്ങനെയാണ് അഭിപ്രായപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഇതിനൊരു പരിഹാരം എന്താണ് എന്നുള്ളതാണ്, അതാണല്ലോ ഏറ്റവും പ്രധാനം. അല്ലാതെ ഇങ്ങനൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ എങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ കഴിയുക. മരുന്നുകൊണ്ട് സാധ്യമല്ല, അത് ഡോക്ടേഴ്സും പറയുന്നുണ്ട്. മരുന്നുകൊണ്ട് അത് വലിയ സാധ്യമൊന്നുമല്ല. കാരണം അതൊരു മാനസികാവസ്ഥയിലേക്ക് ഇത്രയും പ്രായമാകുമ്പോഴേക്കും എത്തിച്ചേരുന്ന സ്വാഭാവികമായ അവസ്ഥയാണ്. അത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനകത്ത്. അത് നമ്മളുടെ വളർന്നു വന്ന സാഹചര്യങ്ങളിലും അതിനു മുമ്പുണ്ടായിരുന്ന ജീവിതമൊക്കെ ജീവിത രീതികളും ഒക്കെ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും ഇതിനൊരു മരുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നുള്ളത് കഴിയുന്നത്ര പരിചരണം നൽകുക എന്നുള്ളത് മാത്രമാണ്. ഇതായിരുന്നു അന്നത്തെ ഈ 70 to 90 ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ സത്സംഗത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു കാര്യം. ഞാനത് പറയാൻ കാരണം, ഇവിടെ നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരെക്കുറിച്ച് പഠിച്ചപ്പോഴെല്ലാം, ഓരോരുത്തരെയായിട്ട് പഠിച്ചപ്പോഴെല്ലാം അവരെല്ലാം തന്നെ അവരുടെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ അവസാനം വരുന്ന ഒരു സന്ദർഭത്തിലേക്കെല്ലാം സമ്പൂർണമായി ഭഗവത് സ്മരണയിലേക്ക് മാറുകയും അവർ സമ്പൂർണമായി ഭഗവത് സ്മരണ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ മെൻ്റൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവരാരും പോയതായി നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ കഥ വായിക്കുമ്പോൾ ഒരിടത്തും നമുക്ക് അത് അന്നത്തെ കാലത്ത് ഈ തരത്തിൽ ശാസ്ത്രീയമായി ഇങ്ങനെ ഒരു മെഡിക്കൽ ടേം ഒന്നും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. എങ്കിലും ഇന്ന് അത് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ, അതായത് വചനാമൃതത്തിൻ്റെ ഒരു വചനാമൃതത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു പഠനത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇങ്ങനെ ഒരു സത്സംഗം രൂപീകരിക്കപ്പെട്ടതും അതിനകത്ത് ഇങ്ങനെ ചർച്ചയുണ്ടായത്. അപ്പോൾ അവിടെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ, എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിലുള്ള ഒരു ഘടനയിലേക്ക് വന്നത് ഇവിടെ ഈ ഭഗവാൻ പറഞ്ഞ അതേ ഒരു കാര്യമാണ്. നാമസ്മരണയിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്.
സദാ നാമസ്മരണയിൽ. അപ്പം അതിലേക്ക് എങ്ങനെയൊക്കെ പോകാം എന്നുള്ളത് ഭഗവാൻ നമ്മൾ ഈ വചനാമൃതത്തിൻ്റെ വചനാമൃത ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി അതിനകത്ത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ നാമസ്മരണയിലൂടെ ഗൃഹസ്ഥാശ്രമ ഭക്തന്മാർക്ക് തങ്ങളുടെ അന്ത്യസമയങ്ങൾ അടുക്കുമ്പോഴേക്കും എത്രമാത്രം ഈശ്വര ലാഭമുണ്ടാകുന്നു, എത്ര സന്തോഷവാന്മാരാകുന്നു, എത്ര ആനന്ദത്തോടുകൂടി അവർ നിലകൊള്ളുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്ന ഒരു കാര്യങ്ങൾ മുറിയിൽ നിറച്ച് ചിത്രങ്ങൾ വെക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുറിയിൽ ചിത്രങ്ങൾ വെക്കുക. ഭഗവാൻ പലപ്പോഴും പല ചിത്രങ്ങളും അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവരാനായിട്ടും അത് മുറിയിൽ വെക്കാനായിട്ടും ഒക്കെ നിർദ്ദേശം നൽകുന്നുണ്ട്. ഹനുമാൻ്റെ ചിത്രമായാലും ശരി, അല്ലെങ്കിൽ ഒരു പക്ഷി മുട്ടയിട്ടിരിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രം, ഇങ്ങനെ പല പല തരത്തിൽ ഭഗവാൻ ഇങ്ങനെ ഗൗരാംഗൻ്റെ ഒരു ചിത്രം, ഇങ്ങനെ പല പല ചിത്രങ്ങളെക്കുറിച്ചും ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട് മുറിയിൽ വെക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ചിന്തയ്ക്ക് അത് പുറപ്പെടുന്നതിനാധാരമായ സ്ഥലത്ത് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അതായിരുന്നു സയൻറ്റിഫിക്കായിട്ട് ഈ കാര്യത്തിൽ ഈ ഒരു ഭാഗം എടുത്ത് സയൻറ്റിഫിക്കായിട്ട് അതിനെ വിശകലനം ചെയ്തവർ പറഞ്ഞതൊരു കാരണം, നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാകുന്നു. ആ ചിന്തയ്ക്ക് അത് പുറപ്പെടുന്നതിനാധാരമായ സ്ഥലത്ത് ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. ഈ ചിന്ത പുറപ്പെടുന്ന ആധാരമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സർക്കംസ്റ്റൻസ്, നമ്മുടെ ചുറ്റുപാട്. എവിടെ നിന്നാണോ ആ ചിന്ത പുറപ്പെടുന്നത് ആ സ്ഥലത്ത് ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും നമ്മുടെ ചിന്തയ്ക്ക്. അതായത് ഒരു വൈബ്രേഷൻ അവിടെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ കാണുന്നവർക്കെല്ലാം ഈ ഒരേ ചിന്തയാണ് ഉണ്ടാവുക. അതാണ് അത് പറഞ്ഞത്. കാണുന്നവർക്കെല്ലാം, ആരൊക്കെയാണോ ആ സന്ദർഭത്തിൽ അവിടെ ഒത്തുകൂടുന്നത്, അവർക്കെല്ലാം ഈ ഒരേ ചിന്തയുടെ വൈബ്രേഷനായിരിക്കും ഉണ്ടാകുക. അതായത് എല്ലാവരുടെയും ചിന്ത ഒരു സ്ഥലത്ത് ഒരേ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അതാണ് ഇത്തരം ഒരു സർക്കംസ്റ്റൻസ് സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് ഈ മുറിയിൽ ചിത്രങ്ങൾ വെക്കുന്നതും ഈശ്വരീയമായ സാന്നിധ്യത്തിൻ്റെ ഘടനകൾ നമുക്ക് ചുറ്റും നമ്മൾ അലങ്കരിച്ച് വെക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നത്, അത് കാണുകയും അതോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന എല്ലാവരിലും അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാകുകയും അങ്ങനെ എല്ലാവരുടെയും ചിന്ത ഒരേ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം അതിനന്ന് പറഞ്ഞൊരു ഉദാഹരണം, നമ്മളിപ്പോൾ സൂര്യരശ്മി, ആ സൂര്യരശ്മി പലതരത്തിലാണ് സൂര്യരശ്മി ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്നത്. പക്ഷേ അതിനൊരു ലെൻസ് ഉപയോഗിച്ച് ഒരു കടലാസിലേക്ക് അതിനെ ഫോക്കസ് ചെയ്താൽ ആ കടലാസിന് തീ പിടിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് വളരെ കുട്ടിക്കാലം മുതൽ നമ്മൾ പരീക്ഷിച്ചുമൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ കടലാസിന് തീ പിടിക്കുന്നത്? ഈ എല്ലാ സൂര്യരശ്മികളും ഈ ഒരേ ലെൻസാകുന്ന ആ ലെൻസിലൂടെ കടന്നു വന്ന് ഈ കടലാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ കടലാസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ ആ ഭാഗത്ത് തീ പിടിക്കും. അങ്ങനെ അതാണ് ആ വൈബ്രേഷൻ്റെ ഒരു ഘടന എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ചിന്തകളിലും ഈശ്വരീയമായ ഒരു ചിന്ത എല്ലാവരിലും കൂടെ ഉണ്ടാകുന്നത്. ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഈശ്വര സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു പ്രസൻസിന് ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് ഈ സയൻറ്റിഫിക്കായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞവർ. അങ്ങനെയാണ് ആ സ്ഥലത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചിത്രങ്ങൾ വെക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ ചിത്രങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വരുന്നവരുടെ എല്ലാം ചിന്ത ഒരേപോലെയാവും. അപ്പോൾ ഇത് പറയാൻ കാരണം അവിടെ പല ഉദാഹരണങ്ങളും അന്ന് എടുത്ത് വിശകലനം ചെയ്തു. അപ്പോൾ പലരും പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം, അതായത് എൻ്റെ വീട്ടിൽ ചിത്രങ്ങളൊന്നും വെക്കുകയോ വിളക്കൊന്നും വെക്കുകയോ ചെയ്യില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ചിത്രങ്ങൾ, ഈശ്വരീയമായ ഭഗവാന്റെയോ അല്ലെങ്കിൽ ഈശ്വര ചിത്രങ്ങളൊന്നും വെക്കുന്നില്ല. അതായത് പൂജാമുറിയൊന്നുമില്ല, പൂജാമുറി ഇല്ലെങ്കിലും ഈശ്വരൻ്റെ ചിത്രങ്ങളും വെക്കില്ല, വിളക്കും കൊളുത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്, ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അതിങ്ങനെ പുറമെ കത്തിച്ച് അല്ലെങ്കിൽ കാണിച്ച് വെക്കേണ്ടതല്ല എന്നുള്ള ഒരു സാഹചര്യമാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അതിന് കൊടുത്ത ഒരു മറുപടി എന്തെന്ന് വെച്ചാൽ,
ആ ചർച്ചയിൽ അതിനുള്ളൊരു മറുപടി വന്നത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ ഒരാൾ പറയുമ്പോൾ അതിന് ഒരു മറുപടി കൊടുത്തത്, ഇദ്ദേഹം പറയുന്നത് ശരിയാണ്. നമ്മുടെ മനസ്സിൽ ഈശ്വരീയ ഭാവമുണ്ട്. ഈശ്വരൻ്റെ എല്ലാ വൈകാരികതയോടും കൂടി മനസ്സിൻ്റെ എല്ലാ വൈകാരികതയും ഈശ്വരനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ വീട്ടിൽ നമ്മൾ അത് നമ്മുടെ മനസ്സാൽ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വളരെ ശരിയാണ്. പക്ഷേ വരുന്ന ഒരാൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല. ആ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ അയാളിലുണ്ടാകുന്ന ചിന്ത ഇവിടെ ഈശ്വരീയമായ ഒരു സാന്നിധ്യവും ഇല്ലാത്തതെന്ത് എന്നുള്ളൊരു ചോദ്യമാണ് അയാളുടെ മനസ്സിലുണ്ടാകുന്നത്. ഒരു നെഗറ്റീവ് തോട്ടാണ് അയാളിൽ ഉണ്ടാകുന്നത്, വരുന്ന ആളിൽ. ഈ നെഗറ്റീവ് തോട്ട് ആ സാഹചര്യത്തിൽ ആ സർക്കംസ്റ്റൻസിനെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അന്ന് അവിടെ ആ ഭാഗത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് ഇങ്ങനെ ചർച്ചകൾ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ സാഹചര്യത്തെ കൂടുതൽ വിശകലനം ചെയ്യുമ്പോൾ, അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, അതായത് 70 to 90 എന്നുള്ള ആ ടൈം പീരീഡിനെ എടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇതിനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ളത് ഈ ജപസാധനകളെ ആധാരമാക്കിയാണ് നമ്മൾ ഇത് ഓവർകം ചെയ്യുന്നത് എന്നുള്ളതാണ് ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരുടെ കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് ലാട്ടു മഹാരാജ് പറയുന്ന ഒരു കാര്യം ഉണ്ട്. ഈ ജപസാധനകളെക്കുറിച്ച് ലാട്ടു മഹാരാജ് പറയുന്ന ഒരു കാര്യം അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ലാട്ടു മഹാരാജ് പറയുന്നത്, ലാട്ടു മഹാരാജിൻ്റെ ഒരു ഭാഗം ഞാനത് പറയാം. ലാട്ടു മഹാരാജ് പറഞ്ഞത്, ഒരിക്കൽ ദക്ഷിണേശ്വരത്ത് വെച്ച് ജപിക്കാനിരിക്കുമ്പോൾ ജപത്തിൻ്റെ കണ്ണി മുറിഞ്ഞു പോകുന്നു. അപ്പം ജപിക്കാനിരിക്കുമ്പോൾ ഈശ്വര ചിന്തയോടുകൂടി ജപിക്കാനിരിക്കുകയാണ് ദക്ഷിണേശ്വരത്ത് വെച്ച്. അപ്പോൾ ലാട്ടു മഹാരാജിന് സംഭവിച്ചത് ഈ ജപത്തിൻ്റെ കണ്ണി മുറിഞ്ഞു പോകും. അതായത് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ആ ജപിക്കുന്ന ആ ഒരു ജപത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അത് മുറിഞ്ഞു പോകും. വെച്ചാൽ ചിന്ത വേറിട്ട് പോകും. അങ്ങനെ മുറിഞ്ഞു പോകും. അത് ലാട്ടു മഹാരാജിൻ്റെ ഒരു ഇതിൽ പറയുന്നതാണ്. അപ്പോൾ എന്ത് തന്നെയായിട്ടും മനസ്സ് ജപത്തിൽ ഉറച്ചു നിൽക്കുന്നില്ല. ഇത് കോട്ട് ചെയ്യാൻ കാരണം എല്ലാവരിലും നമുക്കും എല്ലാം ഇത് അനുഭവമുണ്ട്. ജപത്തിൻ്റെ ഒരു ഘടന, അതായത് ജപിക്കാനിരിക്കുമ്പോൾ പൂർണ്ണമായും ജപത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ചിന്ത പെട്ടെന്ന് മാറിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോൾ ലാട്ടു മഹാരാജ് ചെയ്തത് ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലേക്ക് ഓടിച്ചെന്നിട്ട് ഭഗവാനെ കാണാനായിട്ട് അവൾ ഓടിച്ചെന്നതാണ്. അപ്പോൾ ഈ ജപത്തിൻ്റെ കണ്ണി മുറിഞ്ഞു പോകുന്നതിനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിച്ചാണ് ലാട്ടു മഹാരാജ് ഭഗവാന്റെ മുറിയിലേക്ക് ഓടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലാട്ടു മഹാരാജിനെ സംബന്ധിച്ച് മറ്റൊരു ചിന്തയും ഇല്ലാത്തൊരാളാണ്. അപ്പോൾ പിന്നെ ജപത്തിൻ്റെ കണ്ണി മുറിയേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോലുള്ള ഒരു ലൗകികമായ കാര്യങ്ങളിൽ ഇടപെടുന്ന ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ചിടത്തോളം ജപിക്കാനിരിക്കുമ്പോൾ 100 കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചെന്ന് വരും. നാളത്തെ പല കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാര്യങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതും ആലോചിച്ചെന്ന് വരും. ലാട്ടു മഹാരാജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവാൻ എന്നുള്ളൊരു ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജപം മുറിയേണ്ട ആവശ്യമില്ല. ഇതാണ് അദ്ദേഹത്തിലുണ്ടായിരുന്ന ആകുലത. അതുകൊണ്ട് അദ്ദേഹം ഓടി ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിലേക്ക് ചെന്നു. അപ്പം ഓടി അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? ശ്രീരാമകൃഷ്ണദേവൻ ആ മുറിയിലില്ലായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ മുറിയിലില്ല. അപ്പോൾ ലാട്ടു മഹാരാജിൻ്റെ ജപത്തിൻ്റെ കണ്ണി മുറിയാനുള്ള കാരണം ഭഗവാൻ ആ മുറിയിലില്ല. അതായിരുന്നു കാരണം. അപ്പോൾ എന്തായിരുന്നു, അവിടെ ഭഗവാനെ അവിടെ കണ്ടില്ല. അപ്പോൾ കാര്യം, അദ്ദേഹം ശൗചത്തിനായിട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ലാട്ടു മഹാരാജ് എന്ത് ചെയ്തു? ഒരു കിണ്ടിയിൽ അല്പം വെള്ളവും എടുത്തുകൊണ്ട് ഓടി, പഞ്ചവടിയിലേക്ക് ഓടി, കിണ്ടിയിൽ വെള്ളം എടുത്തുകൊണ്ട്. അപ്പോഴേക്കാണ് ഭഗവാൻ മടങ്ങി വന്നു. അപ്പോൾ ഭഗവാൻ മടങ്ങി വന്നപ്പോൾ എന്താണ് ഭഗവാൻ പറഞ്ഞത്? മടങ്ങി വന്നിട്ട് ലാട്ടു മഹാരാജിനോട് പറഞ്ഞത്, ആരെയാണോ പരിചരിക്കുന്നത്
ആ ആൾക്ക് എപ്പോഴാണോ എന്താണോ ആവശ്യമെന്ന് സദാ ശുഷ്കാന്തിയോടെ നോക്കിക്കൊണ്ടിരിക്കണം. ആരെയാണോ നമ്മൾ പരിചരിക്കുന്നത്, ആ പരിചരിക്കുന്ന ആൾക്ക് എന്താണോ ആവശ്യം, എപ്പോഴാണോ ആവശ്യം, അതിൽ നമ്മൾ സദാ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. ലാട്ടു മഹാരാജനോട് ഭഗവാൻ പറയുന്നതാണ്. എങ്കിലേ ആ സേവനത്തിന് ഫലമുണ്ടാകും. നമുക്ക് സൗകര്യമുള്ളപ്പോഴല്ല സേവിക്കേണ്ടത്. ആരെയാണോ സേവിക്കുന്നത്, ആ സേവിക്കുന്ന ആളിന് എപ്പോഴാണോ ആവശ്യം അപ്പോഴൊക്കെ നമ്മളുടെ ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കണം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചല്ല നമ്മൾ സേവിക്കണം. അത് ഈശ്വരനെ ആയാലും. അതാണ് ഇവിടെ പറഞ്ഞൊരു കാര്യം. നീ ആരെയാണോ ധ്യാനിക്കുന്നത്, ആ ആൾ ഒരു കിണ്ടി വെള്ളം കിട്ടാതെ കിടക്കുന്നു, വിഷമിക്കുകയാണ്. അതാണ് അതിനകത്തെ കാര്യം. ലാട്ടു മഹാരാജിന് വേറെ ആരെയും ചിന്തിക്കാനില്ല, ഭഗവാനെ മാത്രമേ ചിന്തിക്കാനുള്ളൂ. അപ്പോൾ ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ജപിക്കുകയും ചെയ്യുന്ന ഒരാളോട് ഭഗവാൻ പറഞ്ഞു, ആരെയാണോ നീ ജപിക്കുന്നത്, ആൾക്കൊരു കിണ്ടി വെള്ളം ആവശ്യം വന്നപ്പോൾ നിന്നെ കാണാനില്ല. അപ്പോൾ ഇങ്ങനെ ധ്യാനിച്ചിട്ട് എന്താ നിനക്ക് ഫലം എന്നാണ് ചോദിച്ചത്. ഇവിടെ ലാട്ടു മഹാരാജും ഭഗവാനും തമ്മിലുള്ളതാണ് അത്. അപ്പോൾ പക്ഷെ ഇതിൻ്റെ ഒരു സാങ്കത്യം നമ്മൾ എന്താണ്, അപ്പം നമ്മുടെ കാര്യം വെറുതെ ഇരുന്ന് ജപിച്ചിട്ട് ഒരു കാര്യവുമില്ല. സാധന അത്. അപ്പം ലാട്ടു മഹാരാജനെ സംബന്ധിച്ച് മറ്റൊന്നും ചിന്തിക്കാനില്ല. ജീവിതത്തിൽ വേറെ ഒരു രൂപമോ വേറെ ഒരു കാര്യമോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലില്ല. ആകെയുള്ളത് ഭഗവാൻ മാത്രമാണ്. മറ്റൊന്നും ഇല്ലാത്ത ഒരാളാണ്. ബാക്കി അദ്ദേഹത്തിന് ഒന്നുമില്ല, ഭഗവാൻ മാത്രം, വേറെ ഒന്നുമില്ല. അതങ്ങനെയാണ് ആ ജന്മം. അപ്പം അങ്ങനെയുള്ള ആൾക്ക്, അങ്ങനെയുള്ള ഒരാളോടാണ് ഭഗവാൻ പറഞ്ഞത്, മറ്റാരെക്കുറിച്ചും ചിന്തിക്കാത്ത, ജീവിതകാലം മുഴുവൻ ഒരാളെക്കുറിച്ചും മറ്റൊന്നും ചിന്തിക്കാത്ത ലാട്ടു മഹാരാജനോട് പോലും ഭഗവാൻ പറയുന്നു, നീ ആരെയാണോ ധ്യാനിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ നീ, ആരുടെ ചിന്തയിലാണോ നീ ഇരിക്കുന്നത്, ആ ആൾക്കൊരാവശ്യം വരുമ്പോൾ നിനക്കവിടെ എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിൻ്റെ ധ്യാനം കൊണ്ട് എന്ത് ഫലം? ഇതാണ് നമ്മെപ്പോലുള്ള ഗൃഹസ്ഥാശ്രമ ഭക്തന്മാരെയും ഭഗവാൻ ബോധ്യപ്പെടുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈശ്വര ചിന്ത എന്ന് പറയുന്നത്, ഈശ്വരൻ്റെ ആവശ്യങ്ങൾ നമുക്ക് സ്വയം ബോധ്യപ്പെടുകയും അതിന് നമ്മൾ സദാ ഒരുങ്ങിയിരിക്കുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ മാത്രമാണ് ഇത്. ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ റസിക്കായാലും ഹസ്രയായാലും ബൽറാം ബസു ഒക്കെ ആയാലും അവരുടെയൊക്കെ ജീവിതത്തിൽ വന്ന് ആ ഒരു ഘട്ടത്തിൽ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല. ഈ 3 പേർക്കും മറ്റൊന്നും ചിന്തിക്കാനില്ല, 3 പേർക്കുമില്ല. അത് ഈശ്വരൻ ചിന്തിക്കുന്നത് അങ്ങനെ, അല്ലെങ്കിൽ ഈശ്വരൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം അത് ഭാഗവതത്തിലും പറയുന്നുണ്ട്. ഹിരണ്യകശിപുവിനെ നമ്മൾ കാണുന്ന പോലെയല്ല ഭഗവാൻ കാണുന്നത്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും. കാരണം അവർ സദാസമയം ഈശ്വരനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. പ്രഹ്ലാദനേക്കാൾ കൂടുതൽ. പ്രഹ്ലാദനോടാണോ പ്രിയം, ഹിരണ്യാക്ഷനോടാണോ അല്ലെങ്കിൽ ഹിരണ്യകശിപുവിനോടാണോ ഏറ്റവും കൂടുതൽ പ്രിയം എന്ന് ചോദിച്ചാൽ ഹിരണ്യകശിപുവിനോടാണ് എന്ന് പറയേണ്ടി വരും ഭഗവാൻ. കാര്യം ഭഗവാനെ ചിന്തിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആ ജന്മത്തിൻ്റെ ഒരേ ഒരു ഭാഗം. എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ഭഗവാനെ ഏത് സമയവും ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണിത്. നാരദൻ്റെ കഥ പോലെയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. തലയിൽ വെള്ളം വെച്ചിട്ട് കർഷകനാണ് കർഷകൻ്റെ ഭക്തിയോടാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നാരദൻ സദാസമയം എൻ്റെ ഭക്തി അങ്ങ് കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ്, ഒരു കുടം തലയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രദക്ഷിണം വെക്കാൻ പറഞ്ഞപ്പോഴാണ് നാരദൻ ആ പ്രദക്ഷിണം വെച്ച സമയത്ത് നാരായണ എന്ന് ജപിച്ചില്ല. കാരണം ഈ തലയിലിരിക്കുന്ന വെള്ളത്തിലായിപ്പോയി ശ്രദ്ധ. അതേസമയം കർഷകൻ സദാസമയം നാരായണ എന്ന് ജപിക്കുന്നുമുണ്ട്, അയാളുടെ ജോലി ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈശ്വരന് ആരെയാണ് പ്രിയം എന്നുള്ളതിൻ്റെ കുറേ ഉദാഹരണങ്ങളാണ്. അപ്പം ഇവിടെ ഭഗവാൻ അതാണ് ലാട്ടു മഹാരാജനോട് പറഞ്ഞത്. എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം ആവശ്യമുള്ളപ്പോൾ എനിക്ക് ലഭിച്ചില്ലെങ്കിൽ പിന്നെ നിൻ്റെ ജപസാധന കൊണ്ട്, നിൻ്റെ ധ്യാനം കൊണ്ട് എന്ത് ഫലം?
വചനാമൃതം വായിക്കുക എന്നതിലുപരി ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം അതിന് പിന്നിലെ ശ്രമത്തിൻ്റെ കഥ കൂടെ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ വചനാമൃതത്തിലൂടെ നമ്മൾ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഒരു ശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. വചനാമൃതം ഒരു ഭഗവത് സംഭാഷണം മാത്രമല്ല, ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയെ എങ്ങനെ ഒരു ഗൃഹസ്ഥാശ്രമി സഞ്ചരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ചിത്രം കൂടെ അതിന് പാരലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് പിന്നിലെ ആ ശ്രമത്തിൻ്റെ കഥ കൂടെ അറിയുമ്പോഴാണ് വചനാമൃതം ഏറ്റവും ആസ്വാദ്യമാകുന്നത്. ഒരു ഗൃഹസ്ഥൻ്റെ സദായുള്ള നാമസ്മരണയുടെ ഫലമാണ് ആ മഹത് ഗ്രന്ഥം. ഒരു ഗൃഹസ്ഥൻ്റെ, അതായത് മാസ്റ്റർ മഹാശയൻ എന്ന് പറയുന്ന മഹേന്ദ്രനാഥ ഗുപ്തൻ്റെ സദായുള്ള നാമസ്മരണയുടെ ഫലം മാത്രമാണ് ആ മഹത് ഗ്രന്ഥമുണ്ടായത്. അത് അദ്ദേഹത്തിൻ്റെ നാമസ്മരണയാണത്. അദ്ദേഹം അത് പറയാൻ കാരണം എന്താണ് ആ ഗൃഹസ്ഥൻ ചെയ്തത്, എന്താണ് മാസ്റ്റർ മഹാശയൻ യഥാർത്ഥത്തിൽ ചെയ്തത് എന്നുള്ളതാണ്. വലിയ തോതിൽ വായിക്കാൻ സാധ്യമല്ലാത്ത കാലത്തേക്ക് പ്രായാധിക്യത്തിൽ കണ്ണിനും കാതിനും വേണ്ടത്ര ശക്തിയില്ലാതാവുമ്പോൾ, അതായത് വലിയ തോതിൽ നമുക്ക് വായിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാലം വരും, എല്ലാവർക്കും വരും അത്. അപ്പോൾ വലിയ തോതിൽ വായിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാലത്തേക്ക് പ്രായാധിക്യത്താൽ കണ്ണിനും കാതിനും വേണ്ടത്ര ശക്തിയില്ലാതാവുമ്പോൾ ഭഗവത് സാന്നിധ്യം മനനം ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം ആവശ്യത്തിന് ആണ് മാസ്റ്റർ മഹാശയൻ കുറേ കുറിപ്പുകൾ എഴുതി വച്ചത്. അത് ലോകത്തിന് വേണ്ടിയല്ല, മറ്റാർക്കും വേണ്ടിയല്ല. അങ്ങനൊരു ഉദ്ദേശമേ മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. അത് മാസ്റ്റർ മഹാശയൻ തന്നെ, നമ്മൾ മാസ്റ്റർ മഹാശയൻ്റെ ജീവിതം കുറേ പോയപ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടതാണ്. കാരണം മാസ്റ്റർ മഹാശയൻ അറിയാം, ഇനി ഒരു കാലം എത്തുമ്പോഴേക്കും എനിക്ക് കാഴ്ച നഷ്ടപ്പെടും, കേൾവി നഷ്ടപ്പെടും. ആ ജീവിതം നിലനിൽക്കുകയാണെങ്കിൽ നമുക്കറിയില്ലല്ലോ നമ്മൾ എത്ര കാലം വരെ ജീവിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ കേൾവി നഷ്ടപ്പെടുമ്പോൾ, എൻ്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ, എനിക്ക് വായിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് മനനം ചെയ്ത് എൻ്റെ ആ ഭഗവത് സ്വരൂപത്തെ എന്നോടൊപ്പം നിർത്താൻ, ആ സാഹചര്യത്തെ ഒരേപോലെ നിർത്താൻ, അനുഭവിക്കാൻ, മനസ്സിൽ അത് പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കുറിപ്പുകളായി സൂക്ഷിച്ചു വെക്കുകയായിരുന്നു. അപ്പോൾ പിന്നീട് അത് ഓരോ സന്ദർഭത്തിലും ആ കുറിപ്പുകൾ ഓരോന്നും ഇഷ്ടത്തിനനുസരിച്ച്, അത് ഒരു തുടർച്ച വായനയല്ല, ഇഷ്ടത്തിനനുസരിച്ച് പലപ്പോഴായി എടുത്ത് ആ ഓരോ സന്ദർഭത്തെയും ഒരു ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് മാസ്റ്റർ മഹാശയൻ ഓരോ ദിവസവും മുഴുവൻ സമയവും റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇതായിരുന്നു മാസ്റ്റർ മഹാശയൻ ചെയ്തുകൊണ്ടിരുന്നത്, ഈ റീക്രിയേറ്റ് ചെയ്യുക ആ ഒരു സന്ദർഭത്തെ. പക്ഷെ സംഭവിച്ചത്, മാസ്റ്റർ മഹാശയൻ സ്വന്തം ജപസാധനയ്ക്ക് വേണ്ടി സൃഷ്ടിച്ച ആ ഭഗവത് സ്മരണകളെ, ചെറിയ ചെറിയ കുറിപ്പുകളാക്കിയ ഭഗവത് സ്മരണകളെ ഭാവി തലമുറയ്ക്ക്, ഇന്ന് നമുക്ക് ശേഷം ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും കൂടി ഒരു വലിയ മുതൽക്കൂട്ടായിട്ടത് മാറുകയാണ് ഉണ്ടായത്. അതായിരുന്നു ആ മാസ്റ്റർ മഹാശയൻ്റെ ജപസാധനയുടെ ഫലമായി ലോകത്തിന് കിട്ടിയ ഗുണം. അതായത് അതാണ് ഈ നമ്മുടെ ഒരു പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജപസാധനകളിലൂടെ നമ്മൾ അനുഷ്ഠിക്കുന്ന ജപസാധന ലോകത്തിന് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്. അതായിരുന്നു മാസ്റ്റർ മഹാശയൻ്റെ ജീവിതത്തിൽ ഈ വചനാമൃത ആ കുറിപ്പുകളുടെ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ജീവിതാന്ത്യം വരെ പോകാൻ നമുക്കൊരു ഗ്രന്ഥം മതി, ഈ ഒരു ഗ്രന്ഥം മതി. ജീവിതാന്ത്യം വരെ പോകാൻ ഈ ഒരൊറ്റ ഗ്രന്ഥം മതി. ഇതും ഒരു നിരന്തര പ്രാർത്ഥനയായിട്ടാണ് പറയുന്നത്. ഈ വചനാമൃതം മനനം ചെയ്ത് വചനാമൃതത്തിൻ്റെ ഓരോ ഭാഗവും മനനം ചെയ്ത് മുന്നോട്ട് പോകുന്നതും അതും ഒരു പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. ഇപ്പം സഹസ്രനാമം ചൊല്ലുന്ന പോലെ,
അല്ലെങ്കിൽ മറ്റു രീതിയിൽ ജപസാധനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അതേ അവസ്ഥയിലുള്ളതാണ്, അല്ലെങ്കിൽ അതേ ഗുണമാണ് ഒരു മനുഷ്യജന്മത്തിൽ ലഭിക്കുന്നത് ഈ വചനാമൃതം മനനം ചെയ്യുന്നത്. കാര്യം അതൊരു വലിയ ഭക്തൻ, വലിയൊരു ഗൃഹസ്ഥ ഭക്തൻ ഭഗവാനോടൊപ്പം ജീവിച്ച് അദ്ദേഹത്തിന് മനനം ചെയ്യാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് ആ കഥ മുഴുവൻ, അല്ലെങ്കിൽ ആ സന്ദർഭം മുഴുവൻ. അത് നമ്മൾ സ്മരിക്കുമ്പോൾ, നമ്മളും അതേ അളവിൽ നിന്നുകൊണ്ട് അത് സ്മരിക്കുമ്പോൾ തീർച്ചയായിട്ടും മാസ്റ്റർ മഹാശയന് ആ ഉണ്ടായ ആനന്ദാനുഭൂതി തന്നെയാണ് അത് വായിക്കുന്ന ഓരോരുത്തർക്കും അനുഭൂതി ഉണ്ടാകുന്നത്. അപ്പം അതാണ് അതിനകത്തെ ഒരു ഘടനയായിട്ട് പറയുന്നത്. അപ്പം കണ്ണും കാതും ആരോഗ്യമുള്ള കാലത്ത് ഈശ്വര കഥകളും മറ്റും വായിച്ച് മനസ്സിൽ സംഭരിച്ചു വെക്കണം. അതാണ് അതിൻ്റെ സാങ്കത്യം. കണ്ണും കാതും ആരോഗ്യമുള്ള കാലത്ത് ഈശ്വര കഥകളും മറ്റും വായിച്ച് മനസ്സിൽ സംഭരിച്ചു വെക്കുക. എന്നിട്ട് പ്രായാധിക്യത്തിൽ അവയെ മനനം ചെയ്ത് കാലം കഴിക്കുമ്പോൾ അതാണ് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും ഉചിതമായൊരു വഴിയായി മാറുന്നത്. അങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് വരുമ്പോൾ നേരത്തെ ഈ പറഞ്ഞ ആങ്സൈറ്റി ഡിസോർഡർ പോലുള്ള സന്ദർഭത്തിലേക്ക് നമ്മുടെ ചിന്തകളോ നമ്മുടെ മനസ്സോ നമ്മുടെ ബുദ്ധിയോ ആ നിലയിലേക്ക് നീങ്ങുന്നില്ല. കാരണം നമ്മുടെ ഈ മനനം ചെയ്യാനും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഈ മനനം ചെയ്യൽ നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്ത് മറ്റാർക്കും ബോധ്യപ്പെടണമെന്നില്ല, പക്ഷെ നമുക്ക് നന്നായിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. ഇതാണ് ഇത്തരം ആങ്സൈറ്റി ഡിസോർഡറിൽ നിന്ന് പെട്ടെന്ന് ഒരാൾക്ക് മോചനമുണ്ടാകാനുള്ള ഒരു മാർഗം. അതായത് വചനാമൃതത്തിൻ്റെ പാരായണം എങ്ങനെയാണ് ഒരു ആങ്സൈറ്റി ഡിസോർഡറിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുന്നത്, രക്ഷിക്കുന്നത് എന്നായിരുന്നു ഇതിൽ നിന്ന് പറഞ്ഞു വന്നത്. ഗൃഹസ്ഥാശ്രമത്തിലെ 3 വ്യത്യസ്ത തലങ്ങൾക്ക് ഉദാഹരണമായിട്ട് ഇത് ഇത്തരം മനനം ഈ ഈശ്വരീയമായ സാഹചര്യത്തെ മനനം ചെയ്ത് അവസാന കാലം വരെ ഈശ്വര സാക്ഷാത്കാരത്തിന് ശ്രമിച്ച 3 പേരുടെ കഥയാണ്. യഥാർത്ഥത്തിൽ 3 പേരെയാണ് ഭഗവാൻ നേരിട്ട് വന്ന് അവസാന കാലത്ത് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഈ രസിക് ഉൾപ്പെടെ, ബലറാം ബസു ഉൾപ്പെടെ, ഹസ്ര ഉൾപ്പെടെയുള്ള 3 പേര്. അപ്പം ഇത് ആ 3 പേരുടെ ജീവിതമാണ് നമ്മെ ബോധ്യപ്പെടുത്തി. ഇതുപോലെ തന്നെയായിരുന്നു ഈ വചനാമൃതം വായനയുടെ നമുക്ക് എന്താണോ നൽകുന്നത് അതായിരുന്നു ഇവരുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തത്. ഇത് തന്നെയാണ് നമ്മൾ ആ 3 നടിമാരുടെ കഥ വായിച്ചപ്പോഴും അവരും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകലമാന നടി എന്നുള്ള നിലയിലുള്ള പൊതുജീവിതം മുഴുവൻ അവസാനിപ്പിച്ച് ഇപ്പോൾ താരസുന്ദരിയെ പോലുള്ളവരെ ഒക്കെ ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുകയും ഭഗവാന് വേണ്ടി ഭഗവാനെ കാണിക്കുക, ഭഗവാന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള രീതിയിൽ മറ്റെല്ലാവരിൽ നിന്നും മാറി അവരുടെ സാധനാക്രമം, അവർ പഠിച്ച ആ നാടകാഭിനയവും നൃത്തവും ഗാനവും എല്ലാം തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്ന ഒരു ഘടനയിലേക്ക് അവരുടെ അവസാന കാലത്തേക്ക് പോയി. അപ്പോൾ അവരാരും ഈ പറഞ്ഞ മെൻ്റൽ ഡിപ്രഷനിലേക്കോ ആങ്സൈറ്റി ഡിസോർഡറിലേക്കോ പോകുന്നുണ്ടായിരുന്നില്ല. ഇതൊരു വലിയ മോചനത്തിൻ്റെ മാർഗമായിട്ടാണ് ഈ വചനാമൃത പാരായണത്തെ അന്ന് ചർച്ച ചെയ്തത്. ഇപ്പം നാമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ വചനാമൃത വായനയിലൂടെ നാമസ്മരണയിലൂടെ നാമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്ന വിധം എന്നുള്ളതും ചർച്ച ചെയ്തു. അപ്പം അത് പറയുന്നത് ചിലർ പാണ്ഡിത്യം വർദ്ധിപ്പിക്കുക എന്നതാണ് മുഖ്യമായി കാണുന്നത്. ഈ വായനയിലൂടെ ഈശ്വര കഥകളോ അല്ലെങ്കിൽ ഈശ്വരീയമായ ഈ സാഹചര്യങ്ങളിലൂടെ ആളുകൾ വായിക്കുമ്പോൾ ചിലരുടെ ഇത് പാണ്ഡിത്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവർ മുഖ്യമായി കാണുന്ന ഒരു ഘടന. യഥാർത്ഥത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. പാണ്ഡിത്യം വർദ്ധിപ്പിക്കുന്നതാണോ ലക്ഷ്യം, അതോ ഈശ്വര സാക്ഷാത്കാരമാണോ ലക്ഷ്യം എന്നുള്ളതാണ് ഈ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ബോധ്യപ്പെടേണ്ടതെന്നാണ് പറഞ്ഞത്. നമുക്ക് ധാരാളം മഹത് ഗ്രന്ഥങ്ങൾ ഋഷിമാരാൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം മഹത് ഗ്രന്ഥങ്ങളുണ്ട്. എല്ലാ ഗ്രന്ഥങ്ങളിലും ആയിരക്കണക്കിന് അറിവ് നിറച്ചിട്ടുണ്ട്. സകല ഗ്രന്ഥങ്ങൾ നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നമുക്ക് ഒരു ലോഭവുമില്ലാതെ ലഭിച്ചിട്ടുള്ളൊരു സമൂഹമാണ് നമ്മൾ. അപ്പം നമുക്ക് ഇതിനകത്തെല്ലാം ഈശ്വര കഥകൾ നിറച്ചിരിക്കുന്നത്
ആ ഈശ്വര സാക്ഷാത്കാരം എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതിന് ഓരോരുത്തരെ സംബന്ധിച്ചും ഓരോ തലത്തിലാണവർ. അപ്പോൾ ഋഷിമാരാൽ ഈ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥങ്ങളിൽ നിറച്ചിരിക്കുന്ന ആയിരക്കണക്കിന് അറിവുകൾ, ഇത് എല്ലാം ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിൽ എല്ലാം ഗ്രഹിക്കാൻ ഒരാൾക്ക് അയാളുടെ ആയുസ് കൊണ്ട് പറ്റില്ല. ഇതെല്ലാം ഒരു മനുഷ്യായുസ് കൊണ്ട് മനനം ചെയ്യാൻ സാധ്യവുമല്ല. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പല വിധത്തിൽ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ കഥകളുണ്ട് എന്നുള്ളത് സംശയമില്ല. അപ്പോൾ എന്തിനാണ് ഇത്രയും കഥകൾ ഇതിൽ? അതാണ് അതിൻ്റെ ചോദ്യം. എന്തിനാണ് ഇത്രയും കഥകൾ ഇതിൽ? സഹസ്രാബ്ദങ്ങൾ പിന്നിടുന്നതാണ് ഈ ഓരോ ഗ്രന്ഥവും. അത് ചെറിയൊരു കാലഘട്ടത്തിൽ വന്നതല്ല. ഇതൊരു സഹസ്രാബ്ദങ്ങൾ പിന്നിട്ട് വന്നതാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം, നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളെല്ലാം. അപ്പം കോടി ഇത്രയും ഈ സഹസ്രാബ്ദങ്ങൾ പിന്നിടുമ്പോൾ കോടി ജനങ്ങളാണിത് പഠിക്കുന്നത്. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഈ വായിക്കുന്ന ഓരോരുത്തരുടെയും താല്പര്യം വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ പൗരാണിക ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ ഉദാഹരണം മഹാഭാരതം വായിക്കുക. അപ്പോൾ മഹാഭാരതം വായിക്കുമ്പോൾ കീരിക്ക് സ്വർണ്ണ നിറം വരാൻ ചെയ്തത്, അങ്ങനെ ഒരു കഥ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ചിലരെ സംബന്ധിച്ച് അതിലായിരിക്കും താല്പര്യം വരിക. ധൃതരാഷ്ട്രരുടെ രാജസൂയത്തിൽ പങ്കെടുക്കാൻ പോയ കീരിയെ സംബന്ധിച്ചാണ്, പകുതി സ്വർണ്ണ നിറമായ കീരിയെ സംബന്ധിച്ച് അവിടെ വെള്ളത്തിൽ ശരീരം ഇട്ട് നനച്ചപ്പോൾ മുഴുവൻ സ്വർണ്ണമാകുമോ എന്ന് പരീക്ഷിക്കാൻ പോയ ആ കഥ. അതേപോലെ രാമായണത്തിലാണെങ്കിൽ അണ്ണാൻ ചിറകെട്ടാനായിട്ട് കൂടിയത്. ഇപ്പം രാമായണം മുഴുവൻ പഠിച്ചില്ലെങ്കിലും ഇത് മാത്രം മതി സാക്ഷാത്കാരത്തിന്. മഹാഭാരതം മുഴുവൻ പഠിച്ചില്ലെങ്കിലും ഈ കീരിയെ മാത്രം ചിന്തിച്ചാൽ മതി, ഒരു സാക്ഷാത്കാരത്തിന് അത് ഫലമായി. അപ്പോൾ നാമം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ലാട്ടു മഹാരാജ് പറഞ്ഞത്, മനസ്സിൻ്റെ മുക്കിലും മൂലയിലും കാമനകൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. മനസ്സിൻ്റെ മുക്കിലും മൂലയിലും കാമനകൾ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അവ പൊന്തി വന്ന് ചിലപ്പോൾ പകൽ വെളിച്ചത്തിൽ എന്ന പോലെ ഇങ്ങനെ ഒഴുകി നടക്കും. ഈ കാമനകൾ ഇടയ്ക്കിടയ്ക്ക് പൊന്തി വരും, എന്നിട്ട് പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കും. ചിലപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ കാമനകളുണ്ടോ എന്ന് പോലും. കാരണം അവ മനസ്സിൻ്റെ അടിത്തട്ടിൽ എങ്ങനെ ആണ്ട് കിടക്കുകയായിരുന്നു. എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നലുകൾ എങ്ങനെ ഉണ്ടായി, ഞാൻ ഇങ്ങനെയൊക്കെ തോന്നുമെന്ന് എനിക്ക് ഈ കാമനകൾ എന്നിൽ ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കുമെന്നാണ് പറയുന്നത്. കാര്യം ഇതൊക്കെ എവിടുന്നാണ് ഈ കാമനകൾ എന്നിൽ ഉണർന്നു വന്നത് എന്ന് നമ്മൾ പോലും അറിയുന്നില്ല. ഇത് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇങ്ങനെ ഒരു കാമന നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് സംശയം തോന്നുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ ആണ്ട് കിടന്ന് പെരുകാൻ തുടങ്ങും. മനസ്സിൻ്റെ ഉള്ളിൽ ഈ കാമനകൾ ചിലപ്പോൾ ഈ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ ആണ്ട് കിടന്ന് അതിങ്ങനെ പെരുകാൻ തുടങ്ങും. നമ്മൾ അറിയാതെ അതിൻ്റെ പ്രേരണയിൽ പല കുഴപ്പത്തിലും ചെന്ന് ചാടിക്കൊണ്ടിരിക്കും. നാമജപം ഭഗവാനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കാമനകളെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. കാര്യം അത് നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ്, ഒരു സർപ്പത്തെ പോലെ. എപ്പോഴാണ് പണമുയർത്തുക എന്ന് പറയാൻ പറ്റില്ല. അത് എല്ലാവരിലും അതുണ്ട് എന്നാണ് ലാട്ടു മഹാരാജ് പറഞ്ഞത്. പക്ഷേ ഈ നാമസ്മരണ വരുമ്പോൾ ഈ നാമസ്മരണ നമ്മളെ എപ്പോഴും ഭഗവാനിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. കാമന അതിനകത്ത് കിടപ്പുണ്ട്, പക്ഷെ നാമസ്മരണ വരുമ്പോൾ നമ്മളെ ഇങ്ങനെ ഭഗവാനിലേക്ക് അടുപ്പിക്കും. എന്നിട്ടോ ഭഗവാനിലേക്ക് അടുക്കും തോറും ഈ അടിഞ്ഞുകൂടി കിടക്കുന്ന കാമനകൾ ഓരോന്നായി പൊന്തി വരാൻ തുടങ്ങും. ഭഗവാനിലേക്ക് അടുക്കും തോറും ഓരോ സന്ദർഭത്തിൽ ഈ നാമജപത്തോടുകൂടി നമ്മൾ ആ നാമസ്മരണയോടുകൂടി, നാമജപം എന്നുള്ളതിന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നാമജപം എന്നുള്ളത് ഏതെങ്കിലും ഒരു നാമം സദാ ജപിക്കുന്നത് മാത്രമല്ല, നാമസ്മരണ വരുന്ന ഏതൊരു പ്രവൃത്തിയും അത് നാമജപത്തിന് തുല്യമാണ്. അപ്പോൾ നാമജപം അല്ലെങ്കിൽ അതുകൊണ്ടാണ് നാമസ്മരണ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചത്. നാമസ്മരണ വർദ്ധിക്കും തോറും ഈ കാമനകൾക്ക് അകത്ത് കിടക്കാൻ പറ്റാതാകും. അടിഞ്ഞു കിടന്ന ഈ കാമനകൾക്ക്, കാരണം ഈ കാമനകൾ അകത്ത് കിടക്കുന്നത് സാന്ദർഭികമായി
തലപൊക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ സന്ദർഭത്തിൽ വരുമ്പോൾ അത് തലപൊക്കിയാണ് നമ്മളെ അതിൻ്റെ വശംവദരാക്കുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് ഈ കാമനകൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ നാമജപം തുടങ്ങിയ ഒരാൾ, അല്ലെങ്കിൽ നാമസ്മരണ കൊണ്ട് മനസ്സും ശരീരവും ചിന്തയും എല്ലാം നാമസ്മരണയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ കാമനകൾക്ക് അടങ്ങിക്കിടക്കാൻ പറ്റാതെ അത് അറിയാതെ അത് സഹികെട്ട് പൊന്തി വരും. ഈ പൊന്തി വരുന്നവ ഭഗവത് നാമവുമായി പോരാട്ടം തുടങ്ങും. അങ്ങനെയാണ് സംഭവിക്കുക. ഇത് ലാട്ടു മഹാരാജാണ് വിവരിക്കുന്നത്. ഈ ഒരു ഭാഗം വിവരിക്കുന്നത് നാമസ്മരണയെക്കുറിച്ച് ലാട്ടു മഹാരാജിൻ്റെ ഒരു വിവരണമാണിത്. അപ്പോൾ ഈ നാമസ്മരണ ആരംഭിക്കുകയും അതോടുകൂടി ഭഗവാനിലേക്ക് അടുക്കുന്ന ആ വ്യക്തിയുടെ ചിന്തകൾ ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന കാമനകളുമായിട്ടൊരു പോരാട്ടം തന്നെ തുടങ്ങും. അങ്ങനെ ഏതൊരു നാമത്തിൽ നിന്നുള്ള ചൂട് സഹിക്കാനാവാതെ അവ മനക്കോട്ടയ്ക്കകത്ത് നിന്ന് പുറത്ത് പേടിച്ച് ചാടി ഓട്ടം തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഈ നാമസ്മരണ കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ചൂട് അനുഭവിച്ചിട്ട് മനക്കോട്ടയ്ക്കകത്ത് നിന്ന് ഈ കാമനകൾ പുറത്ത് ചാടി ഓട്ടം തുടങ്ങും. ഈ നാമശക്തിക്ക് മുന്നിൽ അവയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ഈ നാമസ്മരണയ്ക്ക് മുന്നിൽ അവയ്ക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാനാവില്ല. ഈശ്വരന് നമ്മൾ അപേക്ഷ അയക്കുന്നതാണ് ഈ നാമജപം. ലാട്ടു മഹാരാജിൻ്റെ ഡിസ്ക്രിപ്ഷൻസാണ്. ഈശ്വരന് നമ്മൾ അപേക്ഷ അയക്കുന്നതാണ് നാമജപം. അപേക്ഷ എഴുതുന്നത് മനസ്സിൻ്റെ താളിലാണ്. ഭഗവത് നാമത്തിൻ്റെ ഒരു രൂപരേഖ തീർച്ചയായും ഉള്ളിൽ ആദ്യം ഉണ്ടാവണം. ഈ ഭഗവത് നാമത്തിൻ്റെ ഒരു രൂപരേഖ തീർച്ചയായിട്ടും ഉള്ളിൽ ആദ്യം ഉണ്ടാവണം. രൂപരേഖയാണ് മേൽവിലാസം. അത് തെറ്റിയാൽ അപേക്ഷ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. രൂപരേഖ ഉറപ്പിച്ചാൽ അപേക്ഷ എഴുതി തുടങ്ങാം. ഈ രൂപരേഖയാണ് മേൽവിലാസം. ആ രൂപരേഖ തെറ്റിപ്പോയാൽ നമ്മുടെ ഈ അപേക്ഷ ഈശ്വരനിൽ എത്തില്ല എന്നാണ് ലാട്ടു മഹാരാജ് പറഞ്ഞത്. അങ്ങനെ രൂപരേഖ ഉറപ്പിച്ചാൽ ആ ഭഗവത് സ്വരൂപം നമ്മുടെ ഉള്ളിൽ, ആ മേൽവിലാസം നമ്മുടെ ഉള്ളിൽ ഉറച്ചാൽ നമുക്ക് അടുത്ത് ചെയ്യാവുന്നത്, അല്ലയോ ഭഗവാനെ അങ്ങയുടെ പേര് മറക്കാനിടയാവരുത്. ആ മറക്കാനിടയാവരുത് എന്ന് പറയുന്നതാണ് നാമജപം അല്ലെങ്കിൽ നാമസ്മരണ. ഭഗവാനെ അങ്ങയുടെ നാമം മറക്കാനിടയാവരുത് എന്ന പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ നിരന്തരമായ നാമസ്മരണ എന്ന് ലാട്ടു മഹാരാജ് പറയുന്നു. എന്നെ അങ്ങയുടെ ജോലികൾ ചെയ്യാൻ നിയോഗിക്കണം. അടുത്ത നമ്മുടെ ആവശ്യം അതാണ്. അങ്ങയുടെ ജോലികൾ ചെയ്യാൻ എന്നെ നിയോഗിക്കണം. ആ ജോലികൾ ചെയ്യിച്ചിട്ട് മർക്കടമുഷ്ടി ഇല്ലാതാക്കണം. എന്നിലുള്ള മർക്കടമുഷ്ടിയെ ഇല്ലാതാക്കണം. അങ്ങയുടെ മായാവലയത്തിൽ എന്നെ കുരുക്കരുതേ. ഭഗവാൻ എപ്പോഴും മായാവലയം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു മായാവലയത്തിൽ ഭക്തനായ എന്നെ കുരുക്കരുതേ. ഞാൻ അങ്ങയെ കണ്ടിട്ടില്ല, പേര് മാത്രമേ അറിയൂ. അതാണ് അതിനകത്ത് ലാട്ടു മഹാരാജ് പറഞ്ഞതിൻ്റെ അടിവരയിടേണ്ട പോയിൻ്റ് അതാണ്. ഞാൻ അങ്ങയെ ഒരിക്കലും കണ്ടിട്ടില്ല, അങ്ങയുടെ പേര് മാത്രമേ എനിക്കറിയാവൂ. എന്നെ അങ്ങയുടെ സ്വന്തമാക്കണമേ. ഇതാണ് ദിവസവും സമർപ്പിക്കേണ്ട അപേക്ഷ എന്ന് ലാട്ടു മഹാരാജ് പറയുകയാണ്. ഇത് ലാട്ടു മഹാരാജ് ഇത് പറയുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയായ ഇതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ട് ഇത് വചനാമൃതത്തിലൂടെ മഹേന്ദ്രനാഥ് ഗുപ്ത ഇത് ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഭഗവാന്റെ ആ നാമസ്മരണ നമ്മിൽ ഉണ്ടാകുന്നതിന്, ഈ നാമസ്മരണ ആവർത്തിച്ചുണ്ടാകുന്നതിന് വേണ്ടിയാണ് വചനാമൃതത്തിലൂടെ ഇത് എഴുതി ഓരോ ഘട്ടത്തിലും ഇത് മഹേന്ദ്രനാഥ ഗുപ്ത ആവർത്തിച്ചാണ് ഇത് എഴുതിയിരിക്കുന്നത്. നാമത്തെ വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആവർത്തിച്ചുള്ള എഴുത്ത്, നാമത്തെ വിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞു. നമ്മൾ ഇത് തീർച്ചയായിട്ടും അടുത്ത തവണ ഇതിൻ്റെ ബാക്കി പറയാം.
സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സാർ. നമസ്തേ 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 സാർ. നമസ്തേ. എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യം ഇവിടെ നിന്ന് പറഞ്ഞത്. സ്ഥാപകായ